ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്കയുടെ നടപടിയെ പ്രതിരോധിച്ച് പീറ്റ് ഹെക്സത്ത് രംഗത്ത് വന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. പക്ഷേ അത് US കോൺഗ്രസിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി. US കോൺഗ്രസിൽ വലിയ വിമർശനങ്ങൾ US കോൺഗ്രസ് പ്രതിനിധികൾ പീറ്റ് ഹെക്സത്തിനെതിരെ ഉയർത്തി. കടുത്ത ചോദ്യങ്ങൾ ഉയർന്നു. എന്തിനാണ് ഈ യുദ്ധം എന്നാണ് ജനപ്രതിനിധികൾ ഹെക്സത്തിനോട് ചോദിച്ചത്. അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രതിയോഗികൾ ഡെമോക്രാറ്റുകളും ചില റിപ്പബ്ലിക്കൻ അംഗങ്ങളുമാണെന്നായിരുന്നു പീറ്റ് ഹെക്സത്തിൻ്റെ മറുപടി. ക്യാപിറ്റോൾ മന്ദിരത്തിൽ ഹെക്സത്തിനെതിരെ വലിയ പ്രതിഷേധവും ഉണ്ടായി. അതായത് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് ഉള്ളതിൻ്റെ കൃത്യമായ സൂചനകൾ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിൻ്റെ നയങ്ങളെ ഹെക്സത്ത് ന്യായീകരിക്കുമ്പോഴും യുദ്ധം നീണ്ടുപോകുന്നത് അമേരിക്കയുടെ സൈനിക ശക്തിയെ തളർത്തുന്നു എന്ന വാദമാണ് ജനപ്രതിനിധികൾ മുന്നോട്ട് വെച്ചത്. നേരത്തെ വിയറ്റ്നാമിലൊക്കെ അമേരിക്കയ്ക്കുണ്ടായ സൈനികപരമായ ചില പരാജയങ്ങളുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ്. അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ എത്തും എന്നുള്ള ആശങ്കയാണ് പ്രതിനിധികൾ പങ്കുവച്ചത്. ഇതൊരു വലിയ പ്രശ്നമാണല്ലോ അജയ് അമേരിക്കയിൽ സംഭവിക്കുന്നത്. അമേരിക്കൻ കോൺഗ്രസിൽ ഇത്തരമൊരു വിമർശനം ഉയരുക, അതിന് മറുപടി പറയേണ്ടി വരിക, ശത്രുക്കൾ രാജ്യത്തിനുള്ളിൽ തന്നെയാണ് എന്ന് ഹെക്സത്ത് വ്യക്തമാക്കുന്ന പശ്ചാത്തലമൊക്കെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ യുദ്ധത്തിൻ്റെ ചിലവൊക്കെ പുറത്തു വന്നതാണ്. ആദ്യം മുതൽ തന്നെ ആ രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ട്രംപ് ഫേസ് ചെയ്യുന്ന എതിർപ്പുകളുടെ ഒരു സൂചനകൾ കൂടിയാണ്. രഞ്ജിത്ത്, ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് US-ന്റെ പ്രതിരോധ മന്ത്രാലയം അവരുടെ അസംബ്ലിക്ക് മുന്നിൽ, അതായത് US കോൺഗ്രസിന് മുന്നിൽ ഹാജരാകുന്നത്. പീറ്റ് ഹെക്സറ്റാണ് ഇപ്പോൾ US ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെക്സറ്റാണ് ഈ പ്രതിരോധ മന്ത്രാലയത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ സഭയിൽ പങ്കെടുത്തത്. പീറ്റ് ഹെക്സറ്റുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 6 മണിക്കൂറോളം US കോൺഗ്രസിൽ ചർച്ച നടന്നിട്ടുണ്ട്. ഈ 6 മണിക്കൂറും US-ന്റെ പ്രതിരോധ മന്ത്രാലയത്തിനെ നിർത്തിപ്പൊരിക്കുകയായിരുന്നു പല അംഗങ്ങളുമെന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. ഈ പ്രധാനമായിട്ടും ഡെമോക്രാറ്റിക് പാർട്ടിയിലുള്ള അംഗങ്ങളാണ് ഇപ്പോൾ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. പീറ്റ് ഹെക്സറ്റിനോട് വളരെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും ചോദിച്ചു. പല കാര്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടില്ല. പലതിനും ഒരു ഒളിച്ചുകളി അത് പീറ്റ് ഹെക്സറ്റിൽ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ പലരും ഇന്ത്യയിൽ തന്നെയുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുന്നവരെ പാകിസ്ഥാനികളും രാജ്യദ്രോഹികളും ആക്കുന്നതിന് സമാനമായി ഡെമോക്രാറ്റുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് എന്ന് പീറ്റ് ഹെക്സറ്റ് പറഞ്ഞു. അതുപോലെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ, അതായത് ഭരണപക്ഷമായിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള ചില അംഗങ്ങളും തങ്ങൾക്കെതിരാണ്, അവരും രാജ്യത്തിനെതിരാണ് എന്നുള്ള ഒരു പരാമർശം കൂടി പീറ്റ് ഹെക്സറ്റ് നടത്തിയിട്ടുണ്ട്. അതുപോലെ ഈ യുദ്ധം എന്തിനായിരുന്നു എന്നാണ് ഡെമോക്രാറ്റുകൾ എടുത്തു ചോദിച്ചത്. അതുമാത്രമല്ല, ഈ യുദ്ധത്തിന് ചെലവാകുന്ന പണം ഇത്രയധികം പണം പൊട്ടിച്ചു കളയുന്നു. അത് ഒരു കണക്ക് തന്നെ ഇപ്പോൾ പെന്റഗൺ പുറത്തുവിട്ടിട്ടുണ്ട്. പെന്റഗൺ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഈ യുദ്ധത്തിന് ചെലവായ മൊത്തം തുക $25 ബില്യൺ. ഇത് ഇന്ത്യൻ മണിയിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 23 ലക്ഷം കോടിയിലേക്ക് വരും. അതുപോലെ US-ന്റെ പ്രതിരോധ മന്ത്രാലയം കൂടുതലായി ആവശ്യപ്പെട്ടത് $1.3 ട്രില്യൺ. ഇത്രയും പണം കൂടി ഇനി US-ന്റെ ഡിഫൻസിന് വേണ്ടി വേണം എന്നതാണ് അവരുടെ ഒരു ആവശ്യമായി വന്നിരിക്കുന്നത്. ഇതിനെതിരെയൊക്കെ കടുത്ത ഭാഷയിലെ വിമർശനം തന്നെ അംഗങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു. എന്തിനാണ് ഇത്രയും പണം വാരി ചെലവാക്കുന്നത്? ഇത്രയും പണം പ്രയോഗിച്ചാൽ ഇനി ഭാവിയിലെ ആവശ്യത്തിന് വേണ്ടി യാതൊന്നും മിച്ചം കാണില്ല എന്ന് അംഗങ്ങൾ എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കണക്കും പല മെമ്പർമാരും ചൂണ്ടിക്കാണിച്ചു. അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ആദ്യമായിട്ടാണ് ഇത്രയധികം പണം ഒരു ഡിഫൻസ് ആവശ്യത്തിനായി നീക്കി വെച്ചിരിക്കുന്നത്. ഇതിനു മുൻപേ വിയറ്റ്നാം യുദ്ധമാണെങ്കിലും ഇറാഖിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ ഓപ്പറേഷൻസ് ഒക്കെ നടന്നപ്പോൾ പോലും ഇത്രയും പണം ഉപയോഗിച്ചിട്ടില്ല. ഈ പണം എന്തിനാണ് ഇത്ര വാരി ചെലവാക്കുന്നത് എന്ന് അംഗങ്ങൾ ആവർത്തിച്ചു ചോദിച്ചു. അപ്പോഴൊക്കെ പീറ്റ് ഹെക്സറ്റ് പറഞ്ഞത് ഈ പണം കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് ഈ ആയുധങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പഴയ ആയുധങ്ങൾ മാറ്റി പുതിയ ആയുധങ്ങൾ സ്ഥാപിക്കാനും അതുപോലെ കൂടുതൽ വെടിക്കോപ്പുകൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം പണം ഉപയോഗിച്ചത്. അല്ലാതെ ഇറാനിലെ സൈനിക നീക്കങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്നാണ് പീറ്റ് ഹെക്സറ്റ് ഒരു ന്യായീകരണം നടത്തിയിട്ടുള്ളത്. അതുപോലെ ഇറാൻ ഭരണകൂടം നടത്തുന്ന ആണവ നീക്കങ്ങളും അതുപോലെ പശ്ചിമേഷ്യയിലുള്ള അശാന്ത പ്രവൃത്തികളും അത് അനുവദിച്ചു കൊടുക്കില്ല. മുൻ ഭരണകൂടങ്ങൾ, അമേരിക്കയിൽ ഭരിച്ചിരുന്ന മുൻ ഭരണകൂടങ്ങൾ ഇറാനോട് മൃദു സമീപനം സ്വീകരിച്ചത് കാരണമാണ് ഇപ്പോൾ ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടായത്. ഞങ്ങൾ അതാണ് ഇപ്പോൾ തിരുത്തിക്കുറിച്ച് മറ്റൊരു പുതിയ യുഗം പശ്ചിമേഷ്യയിൽ കുറിക്കാൻ നോക്കുന്നത് എന്നെല്ലാം പീറ്റ് ഹെക്സറ്റ് വലിച്ചുവാരി ന്യായീകരിച്ചിട്ടുണ്ട്. എന്തായാലും 6 മണിക്കൂർ ചർച്ച നടന്നു. 6 മണിക്കൂറും കടുത്ത വിമർശനങ്ങൾ തന്നെ ഭരണപക്ഷത്തിനും അതുപോലെ പീറ്റ് ഹെക്സറ്റിനും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.